Hi everybody, SEC, Contemporary Language Skills for Science, Semester 4. So today in this paper, we are going to discuss the chapter, The Man Who Knew Infinity. The Man Who Knew Infinity. When we come to this chapter, it's clear that this is a movie, a film, a biographical film. എന്താണ് ഈ ബയോഗ്രഫിക്കൽ ഫിലിം? ഒരാളുടെ ലൈഫിനെ കുറിച്ച്, അയാളുടെ ലൈഫ് ഇൻസിഡൻറ്റ്, അയാളുടെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹൗ ഹി അച്ചീവ്ഡ് സം അച്ചീവ്മെൻറ്റ്സ്, അങ്ങനത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ പറയുന്ന, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന, എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിലിം, എ ബയോഗ്രഫിക്കൽ ഫിലിം. ആൻഡ് ആരെക്കുറിച്ചാണ് ഈ ഒരു സിനിമ? ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു ബയോഗ്രഫിക്കൽ ഫിലിം എന്ന് പറയുന്നത് ശ്രീനിവാസ രാമാനുജൻ, അതായത് റിനൗണ്ട് ഇന്ത്യൻ ഗ്രേറ്റ് ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് ഈ ഒരു ഫിലിം എന്ന് പറയുന്നത്. ആ ടൈറ്റിലിന് ഇൻഫിനിറ്റി എന്നുള്ള വാക്ക് തന്നെ മാത്സുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. ഇനി ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മാത്യു ബ്രൗൺ ആണ്. ഈ ഒരു ഫിലിം ഡയറക്ഷൻ, ഇതിനൊരു ഫിലിമിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാത്യു ബ്രൗൺ ആണ്. ഇനി ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ, അതായത് ശ്രീനിവാസ രാമാനുജത്തിൻ്റെ ഒരു ലൈഫാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ സർവൈവൽ, അദ്ദേഹം എങ്ങനെയാണ് ഒരു അച്ചീവ്മെൻറ്റ് നേടിയത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ്, മാത്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് എങ്ങനെ അദ്ദേഹം അത് നേടിയെടുത്തു, അല്ലെങ്കിൽ അവിടേക്ക് എത്തിയ ആ ഒരു ദൂരം, ആ ഒരു ട്രാവൽ, അദ്ദേഹം അനുഭവിച്ച കുറേയധികം പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, പ്രതിസന്ധികൾ, ഇതിനൊക്കെ കുറിച്ചൊക്കെ പറയുന്ന, ഡീറ്റെയിൽ ചെയ്ത് പറയുന്ന ഒരു സിനിമയാണ് ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിനിമയിലേക്ക് വരുന്ന സമയത്ത് നോക്കാം. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the film. See, first of all, outline of the movie and the themes. നോക്കൂ, the movie begins with a quote by Bertrand Russell about the beauty of mathematics. സോ ഈ ഒരു ഫിലിം തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു മൂവി തുടങ്ങുന്ന സമയത്ത്, ആരംഭിക്കുന്ന സമയത്ത് ബെർട്രാൻഡ് റസലിൻ്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിങ്ങനെയാണ്: അബൌട്ട് ദ ബ്യൂട്ടി ഓഫ് മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്സിനെ കുറിച്ചാണ്. ദ സ്റ്റോറി സ്റ്റാർട്ട്സ് അറ്റ് ട്രിനിറ്റി കോളേജ്, കാംബ്രിഡ്ജ് ഇൻ 1920. 1920 കാംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. GH ഹാർഡി, ഇവിടെ GH ഹാർഡി എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസസ് രാമാനുജൻ ആസ് എ ഗ്രേറ്റ് ആൻഡ് അൺയൂഷ്വൽ മാത്തമാറ്റീഷ്യൻ. അപ്പോൾ GH ഹാർഡിയുടെ ഒരു ഓർമ്മയിലൂടെയാണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത് നമുക്ക് പറയാം. അദ്ദേഹം ഓർത്തെടുക്കുകയാണ് രാമാനുജനെക്കുറിച്ച്. ഈ GH ഹാർഡി എന്ന് പറയുന്നത് അത്രമേൽ ഫേമസ് ആയിട്ടുള്ള, റിനൗണ്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് മാത്തമാറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൂടെ രാമാനുജൻ തെളിയുകയാണ്. സോ GH ഹാർഡി ഇൻട്രൊഡ്യൂസസ് രാമാനുജൻ ആസ് എ ഗ്രേറ്റ് ആൻഡ് അൺയൂഷ്വൽ മാത്തമാറ്റീഷ്യൻ. നോക്കിയ രണ്ട് വാക്കുകൾ, ഒന്ന് ഗ്രേറ്റ്, മറ്റൊന്ന് അൺയൂഷ്വൽ. സോ വളരെ ഗ്രേറ്റായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട, അദ്ദേഹത്തിന് തോന്നിയ, അതുപോലെ തന്നെ അൺയൂഷ്വലായിട്ട്, പതിവായിട്ട് കാണുന്നവരെ പോലെയല്ല, എന്തോ ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു, രാമാനുജനിൽ എന്ന് GH ഹാർഡി ഓർത്തെടുക്കുകയാണ്. ഹാർഡി സേയ്സ് രാമാനുജൻ വാസ് ദ മോസ്റ്റ് റൊമാൻറ്റിക് ഫിഗർ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിലെ മോസ്റ്റ് റൊമാൻറ്റിക് ഫിഗർ എന്നാണ് രാമാനുജനെ വിശേഷിപ്പിക്കുന്നത്. ദ സീൻ ദെൻ മൂവ്സ് ടു മദ്രാസ് ഇൻ 1914. ഇനി 1914 പോവുകയാണ് സീന്. അപ്പോൾ അവിടെ, അതായത് മദ്രാസിലേക്ക്, അവിടെ രാമാനുജൻ, അതായത് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. രാമാനുജൻ ഈസ് ഷോൺ ആസ് എ സെൽഫ് ടോക്ഡ് ജീനിയസ്. രാമാനുജൻ സ്വയം ഒറ്റയ്ക്ക് പഠിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു ജീനിയസ് ആണ്. ഹി സോൾവ്സ് ഡിഫിക്കൽട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഈവൻ വിതൗട്ട് ഫോമൽ എഡ്യൂക്കേഷൻ. അദ്ദേഹത്തിനൊരു ഫോമൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, കംപ്ലീറ്റ് എഡ്യൂക്കേഷനോ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം പലപ്പോഴും മാത്സിലുള്ള മാത്തമാറ്റിക്കൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ സോൾവ് ചെയ്യുന്നത് വളരെ നിസ്സാരമായിട്ട്, വളരെ എളുപ്പത്തിൽ അദ്ദേഹം സോൾവ് ചെയ്യുമായിരുന്നു. സോ ഹി സോൾവ്സ് ഡിഫിക്കൽട്ട് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്, വളരെയധികം പ്രയാസമുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരെ അദ്ദേഹം ഈസിയായിട്ട് സോൾവ് ചെയ്യുമായിരുന്നു. ഹിസ് ഫെയ്ത്ത് ഇൻ ഗോഡസ് നാമഗിരി ഇൻസ്പയേഴ്സ് ഹിസ് വർക്ക്. അദ്ദേഹം ആരാധിച്ചിരുന്നൊരു ദേവതയാണ്, ഒരു ഡെയിറ്റിയാണ് ഈ പറയുന്ന നാമഗിരി എന്ന് പറയുന്ന ഗോഡസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവത, അറിയാമല്ലോ. അപ്പോൾ ഈ ഡെയിറ്റി എന്ന് പറഞ്ഞാലും സെയിം ദേവത എന്നുള്ള മീനിങ് ആണ്. ഒരു ഹിന്ദു മിത്തോളജി പ്രകാരമുള്ള, അതല്ലെങ്കിൽ ഹിന്ദു ഡെയിറ്റിയാണ് ഈ പറയുന്ന, ഹിന്ദു ഗോഡസ് ആണ് ഈ പറയുന്ന നാമഗിരി. അതായത് ലക്ഷ്മി ദേവിയുടെ ഒരു ഫോമാണ് എന്ന് പറയാറുണ്ട്, എ ഫോം ഓഫ് ഗോഡസ് ലക്ഷ്മി.
സോ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ടെന്ന് പറയുകയാണ്. ദെൻ പേഴ്സിസ്റ്റൻസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി. ഈ പേഴ്സിസ്റ്റൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, ആ ഒരു ഫിക്സിറ്റി, എവിടേക്കും മൂവ് ചെയ്യാത്ത പിടിച്ചു നിൽക്കുന്ന ആ ഒരു ഫിക്സിറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അവിടെ പറയുന്നത്. രാമാനുജൻ ഈസ് റെഫ്യൂസ്ഡ് ജോബ്സ് ബിക്കോസ് ഹി ഹാസ് നോ കോളേജ് ഡിഗ്രി. പലപ്പോഴും രാമാനുജൻ ഒരു ജോലി നേടുക എന്നുള്ളത് പലപ്പോഴും ഒരു പ്രയാസമായിട്ട് വന്നിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഫോമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഭവം കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനൊരു കോളേജ് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു, നോ കോളേജ് ഡിഗ്രി ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഡു നോട്ട് ബിലീവ് ഇൻ ഹിസ് ടാലൻറ്റ് അറ്റ് ഫസ്റ്റ്. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ് ആദ്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടുക അല്ലെങ്കിൽ ജോലി എന്നുള്ളൊരു പ്രയാസമായിരുന്നു. ഈവൻ ആഫ്റ്റർ മെനി ഫെയിലിയേഴ്സ് രാമാനുജൻ ഡസ് നോട്ട് ഗീവ് അപ്പ്. പക്ഷേ ഒത്തിരി തോൽവികൾ ആ ഒരു മേഖലയിൽ അദ്ദേഹം നേരിട്ടുവെങ്കിൽ പോലും ഹി നെവർ ഗേവ് അപ്പ്. ഈ ഗീവ് അപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വെർബാണ്, ഉപേക്ഷിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ല. ഹി കണ്ടിന്യൂസ് വർക്കിംഗ് ഹാർഡ് ആൻഡ് ബിലീവിങ് ഇൻ ഹിംസെൽഫ്. അപ്പോൾ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ തന്നിൽ തന്നെ വിശ്വസിക്കുക, അങ്ങനെ ഒത്തിരി നല്ല ക്വാളിറ്റീസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ എടുത്തു കാണിക്കുകയാണ്. റെലവൻസ് ഓഫ് ദ ടൈറ്റിൽ. ഈ മൂവിയുടെ ഒരു ടൈറ്റിലിൻ്റെ റെലവൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ദ ടൈറ്റിൽ ഷോസ് രാമാനുജൻസ് ഡീപ്പ് കണക്ഷൻ വിത്ത് മാത്തമാറ്റിക്സ്. അപ്പോൾ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ മാത്സുമായിട്ടുള്ളൊരു ഡീപ്പ് കണക്ഷനെയാണ് ഈ ഒരു ടൈറ്റിൽ പ്രതിനിധീകരിക്കുന്നത്. ഹാർഡി ബിലീവ്സ് മാത്തമാറ്റിക്സ് നീഡ്സ് പ്രൂഫ്സ്. അപ്പോൾ ഈ GH ഹാർഡി അദ്ദേഹം വിശ്വസിച്ചിരുന്നു മാത്സിന് എന്ത് വേണം, മാത്സിന് പ്രൂഫ് വേണം. എങ്ങനെ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തി, ആ ഒരു കൺക്ലൂഷൻ, ആ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്തി, ആ ഒരു വഴിക്കണക്ക് അല്ലേ, ആ ഒരു സംഭവം, ആ ഒരു പ്രൂഫ്, അതിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ഹാർഡി. പക്ഷേ രാമാനുജൻ അതിന് നേരെ ഓപ്പോസിറ്റായിരുന്നു. രാമാനുജൻ ബിലീവ്സ് മാത്തമാറ്റിക്സ് കംസ് ഫ്രം ഇൻറ്റ്യൂഷൻ ആൻഡ് ഇമാജിനേഷൻ. അപ്പോൾ മാത്സ് വരുന്നത് ഇമാജിനേഷനിൽ നിന്നും ഇൻറ്റ്യൂഷനിൽ നിന്നുമൊക്കെയാണ് എന്നാണ് രാമാനുജൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല ഡിഫിക്കൽട്ടായിട്ടുള്ള പല മാത്സിൻ്റെ പ്രോബ്ലംസും സോൾവ് ചെയ്യുമ്പോൾ അതെങ്ങനെ അതിലേക്ക് എത്തി എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾക്കല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലൊക്കെ മനസ്സിലായിരുന്നു. അദ്ദേഹം ഇൻറ്റ്യൂഷനും അതുപോലെ തന്നെ ഇമാജിനേഷനിലൊക്കെ ആയിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ ആൻസർ കറക്റ്റായിരിക്കും. ദെൻ ഫോർ ഹിം മാത്തമാറ്റിക്സ് ഈസ് ലൈക്ക് എ ഡാൻസ് വിത്ത് ഇൻഫിനിറ്റി. ഈ ഇൻഫിനിറ്റി എന്നുള്ള വാക്ക് മാത്സിലൊക്കെ പഠിക്കുന്നൊരു വാക്കാണ്, അനന്തമായി കിടക്കുന്ന. അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് അനന്തതയിലുള്ളൊരു നൃത്തമാണ് എന്നൊക്കെയാണ് രാമാനുജൻ പറഞ്ഞിരുന്നത്. ഹാർഡി സ്ലോലി അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് അക്സെപ്റ്റ്സ് രാമാനുജൻസ് മെത്തേഡ്. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തിന് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ പോലും പിന്നീട് രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെത്തേഡ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികളൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഹാർഡിക്ക്. രാമാനുജൻ ഈസ് ഹോണേർഡ് വിത്ത് ദ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ്. വൈകാതെ തന്നെ അദ്ദേഹം അംഗീകരിക്കപ്പെടുകയാണ്. രാമാനുജൻ ഈസ് ഹോണേർഡ് വിത്ത് ദ റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് ആ ഒരു ആദരവ് അദ്ദേഹത്തിന് കിട്ടി. റോൾ ഓഫ് ജാനകി അമ്മാൾ ഈസ് രാമാനുജൻസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ജാനകി അമ്മാൾ. ഷീ സപ്പോർട്ട്സ് ഹിം ഇമോഷണലി ആൻഡ് മെൻ്റലി. അപ്പോൾ ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരു സപ്പോർട്ടായിരുന്നു, ഒരു ഗ്രേറ്റ് സോളിഡ് സപ്പോർട്ടായിരുന്നു ജാനകി അദ്ദേഹത്തിന്. ഷീ ഷോസ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ് സ്റ്റഡീസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിലുമൊക്കെ അഭിമാനം കൊള്ളുന്ന, താല്പര്യം പ്രകടിപ്പിക്കുന്ന, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. ഷീ ഈസ് അഫ്രൈഡ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ് ബട്ട് സ്റ്റിൽ സപ്പോർട്ട്സ് ഹിസ് ഇംഗ്ലണ്ട് ജേർണി. ഷീ റൈറ്റ്സ് ലെറ്റേഴ്സ് ടു ഹിം ഈവൻ വെൻ ഷീ ഗെറ്റ്സ് നോ റിപ്ലൈ. അപ്പോൾ ഇംഗ്ലണ്ടിലേക്കൊക്കെ പോയ സമയത്ത് ഇവർ ഒത്തിരി കത്തുകൾ അയക്കുന്നുണ്ട് ജാനകി അമ്മാൾ. പക്ഷെ പലപ്പോഴും അതിനൊന്നും മറുപടി കിട്ടിയിരുന്നില്ല. ഹെർ ക്യാരക്ടർ ഷോസ് കൊറേജ് ആൻഡ് പേഷ്യൻസ്. എന്നിരുന്നാലും അവരുടെ ഒരു ക്യാരക്ടർ, ഒരു ധീരത, അതല്ലെങ്കിൽ ഒരു ബ്രേവായിട്ടുള്ളൊരു വുമണായിരുന്നു ജാനകി അമ്മാൾ. പലതിനെയും, പല സോഷ്യൽ സൊസൈറ്റിയുടെ പല കാര്യങ്ങൾ, പലതിനെയും നേരിട്ട ഒരു ധീര വനിതയായിട്ട് ജാനകി അമ്മാൾ ചിത്രീകരിക്കുന്നുണ്ട്. ഹെർ ക്യാരക്ടർ ഷോസ് കൊറേജ് ആൻഡ് പേഷ്യൻസ്. ക്ഷമയുടെയും അതുപോലെ തന്നെ കൊറേജിൻ്റെയും ഒക്കെ പ്രതീകമായിട്ട് ജാനകി അമ്മാളിനെ ചിത്രീകരിക്കുന്നുണ്ട് സിനിമയിൽ. റേസിസം. ദ ഫിലിം ക്ലിയർലി ഷോസ് റേസിസം ഇൻ ബ്രിട്ടീഷ് സൊസൈറ്റി. രാമാനുജൻ അദ്ദേഹം
ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ബ്രിട്ടനിലെത്തിയ സമയത്ത് അദ്ദേഹം അനുഭവപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് റേസിസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ സിനിമയിൽ കാണിക്കുകയാണ്. ഓക്കെ, രാമാനുജൻ ഫേസസ് ഡിസ്ക്രിമിനേഷൻ ബിക്കോസ് ഹീ ഈസ് ഇന്ത്യൻ. അദ്ദേഹം ഇന്ത്യനാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട്, ഡിഫറെൻ്റ് റേസാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് പല സമയത്തും മാർജിനലൈസേഷൻ, ഇൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ്. ഹിസ് ഫെലോഷിപ്പ് പ്രപ്പോസൽ ഈസ് റിജക്റ്റഡ് അറ്റ് ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഫെലോഷിപ്പ് പ്രപ്പോസൽ ആദ്യം റിജക്റ്റ് ചെയ്തിരുന്നു. അത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ട്രീറ്റ് ഹിം അൺഫെയർലി. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് ഇവരൊക്കെ ഇദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യുന്നൊരു രീതി, അതായത് റേസിസം അതിൻ്റെ ഒരു പീക്കിൽ അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു രാമാനുജൻ. ദെൻ ഇൻ ദ എൻഡ്, ഇതിൻ്റെ അവസാനം ഹിസ് ടാലൻറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഡിസ്പൈറ്റ് റേസിസം. അതായത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, അദ്ദേഹം ഇതിലൊന്നും വീഴാതെ, ഇത്തരം പ്രശ്നങ്ങളിലൊന്നും വീഴാതെ ടാലൻറ്റിൽ ഫോക്കസ് ചെയ്യുകയും അങ്ങനെ റേസിസത്തിനെ തോൽപ്പിക്കുകയും ചെയ്തു. ഇമാജിനേഷൻ ആൻഡ് ഹ്യൂമിലിറ്റി. രാമാനുജൻ ബിലീവ്സ് ഇമാജിനേഷൻ ഈസ് ദ കീ ടു ഡിസ്കവറി. അപ്പോൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഇമാജിനേഷൻ വേണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറയാറുണ്ടല്ലോ, ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ചുവരെന്ന് പറയുന്നത് ഇമാജിനേഷനായിരുന്നു. ഹീ ഈസ് ഹംബിൾ ഈവൻ ആഫ്റ്റർ ബിക്കമിങ് ഫേമസ്. അദ്ദേഹം ഫേമസ് ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, പലരോടുമുള്ള ഇടപെടൽ ഒക്കെ വളരെ ഹംബിളായിരുന്നു. ഹി നെവർ ഷോസ് പ്രൈഡ് ഇൻ ഹിസ് ജീനിയസ്. അദ്ദേഹം വലിയൊരു ജീനിയസായി എന്ന് വിചാരിച്ച് ഒരിക്കലും അതിൻ്റെ ഒരു അഹങ്കാരം, പ്രൈഡ് ആയി നടന്നിട്ടില്ല. ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഷോ സിംപ്ലിസിറ്റി ആൻഡ് വിസ്ഡം. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും സിംപ്ലിസിറ്റിയും അതുപോലെ തന്നെ വിസ്ഡത്തിനെയും ഒക്കെ കാണിച്ചു തന്നു എന്ന് പറയുകയാണ്. ആൻഡ് വെൻ വി കം ടു ദ കൺക്ലൂഷൻ, രാമാനുജൻസ് ഹെൽത്ത് ബിക്കംസ് വേഴ്സ് ഡ്യൂ ടു സ്ട്രെസ് ആൻഡ് പുവർ ഫുഡ്. ഈ ഒരു സിനിമയുടെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് മോശമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി സ്ട്രെസ്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പുവർ ഫുഡ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ ബാധിച്ചു. വാർ ആൻഡ് അക്കാഡമിക് പ്രഷർ എഫക്റ്റ് ഹിസ് ലൈഫ് ഡീപ്ലി. അതുപോലെ തന്നെ യുദ്ധാന്തരീക്ഷങ്ങളും അക്കാഡമിക് പ്രഷറും എല്ലാം അദ്ദേഹത്തിനെ ഫിസിക്കലി, മെൻ്റലി ഒക്കെ ബാധിച്ചു. He struggles emotionally and mentally. He attempts suicide because of extreme suffering. അദ്ദേഹം സൂയിസൈഡ് അറ്റംപ്റ്റ് വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹാർഡി ബിക്കംസ് സ്ട്രോങ് ആൻഡ് മീനിങ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, G.H. ഹാർഡിയുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടെ പറയുന്നുണ്ട്. ദറ്റ് വാസ് എ സ്ട്രോങ് ആൻഡ് മീനിങ് ഹി റിട്ടേൺസ് ടു ഇന്ത്യ ആൻഡ് ഡൈസ് അറ്റ് എ യങ് ഏജ്. അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. ഇന്ത്യയിൽ അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. ദ മൂവി എൻഡ്സ് വിത്ത് ഹാർഡീസ് ഇമോഷണൽ ട്രിബ്യൂട്ട് ടു രാമാനുജൻ. ഈ ഒരു സിനിമ അവസാനിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തുടങ്ങിയത് G.H. ഹാർഡിയിൽ നിന്നാണെങ്കിൽ അവസാനിക്കുന്നതും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കൃതജ്ഞത, അദ്ദേഹത്തിനോടുള്ളൊരു കൃതജ്ഞത അല്ലെങ്കിൽ ആ ഒരു ആദരവ്, ആ ഒരു ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് ആണ് ഈ ഒരു ഫിലിം അവസാനിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീനിവാസ രാമാനുജം അദ്ദേഹത്തിനെ കുറിച്ചുള്ളൊരു ബയോഗ്രഫിക്കൽ ഫിലിമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രഗ്ലിങ്, അദ്ദേഹത്തിൻ്റെ ഒത്തിരി കൾച്ചറൽ ഡിഫറൻസ് ആയിക്കോട്ടെ, ലോൺലിനെസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ റേസിസം ആയിക്കോട്ടെ, എല്ലാം നേരിട്ടുകൊണ്ട് തൻ്റെ അച്ചീവ്മെൻറ്റിലേക്ക് എങ്ങനെ എത്തി, തൻ്റെ ആ ഒരു ടാലൻറ്റ് എങ്ങനെ അദ്ദേഹം നേടിയെടുത്തു, അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് എങ്ങനെ അദ്ദേഹം അതുകൊണ്ട് ഒരു വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് എന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ബയോപിക് തന്നെ. എന്താണ് ശ്രീനിവാസ രാമാനുജം, അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹം എങ്ങനെ ഈ ഒരു ഫീൽഡിലെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മനോഹരമായ സിനിമയാണ് ഈ പറയുന്ന ദ മാൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. So students, hope you understood. Anyway, bye all. Thank you.